എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഒരു പ്രശസ്തമായ തീർത്ഥാടന കേന്ദ്രത്തെക്കുറിച്ചാണ്. വേളാങ്കണ്ണി പള്ളി രാജ്യത്തെ ഏറ്റവും വലിയ കത്തോലിക്ക തീർത്ഥാടന കേന്ദ്രങ്ങളിലൊന്നായ അവർ ലേഡി ഓഫ് ഗുഡ് ഹെൽത്ത് എന്നറിയപ്പെടുന്ന ബസിലിക്ക പള്ളിയാണ്. അതിനെ ആരോഗ്യ മാതാ ദേവാലയം എന്നും അറിയപ്പെടുന്നു. തമിഴ്നാട്ടിലെ നാഗപട്ടണത്തിനടുത്തുള്ള വേളാങ്കണ്ണിയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. വേളാങ്കണ്ണി എന്ന അർത്ഥം വേലയിലെ കന്യക, വേളാങ്കണ്ണി അല്ലെങ്കിൽ വേലാങ്കണ്ണി എന്നും തമിഴിൽ അറിയപ്പെടുന്നു. ബംഗാൾ ഉൾക്കടലിൻ്റെ മണൽ തീരത്തുള്ള കടൽ തീരത്തെ ഒരു ഗ്രാമമാണ് വേളാങ്കണ്ണി. മത്സ്യബന്ധനം തൊഴിലാക്കിയവരായിരുന്നു ആ പ്രദേശവാസികൾ. രാജ്യത്തെ ഏറ്റവും വലിയ കത്തോലിക്ക തീർത്ഥാടന കേന്ദ്രങ്ങളിൽ ഒന്നായ ബസിലിക്ക ഓഫ് അവർ ലേഡി ഓഫ് ഗുഡ് ഹെൽത്ത് വേളാങ്കണ്ണിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഈ അവർ ലേഡി ഓഫ് ഗുഡ് ഹെൽത്ത് ബസിലിക്ക കിഴക്കിൻ്റെ ലൂർദ് എന്നറിയപ്പെടുന്നു. ഇതിൻ്റെ ഉദ്ഭവം 16-ാം നൂറ്റാണ്ടിലേതാണെന്ന് കരുതപ്പെടുന്നു. ഗോത്തിക് ശൈലിയിലാണ് ഈ ദേവാലയം നിർമ്മിച്ചിരിക്കുന്നത്. പോർച്ചുഗീസുകാരാണ് ഇത് പരിഷ്കരിച്ചത്. പിന്നീട് തീർത്ഥാടകരുടെ ഒഴുക്ക് കാരണം ഇത് കൂടുതൽ വികസിപ്പിച്ചു. 1962 ജോൺ 23-ാം മാർപ്പാപ്പയാണ് വേളാങ്കണ്ണി പള്ളി ബസിലിക്കയായി ഉയർത്തിയത്. ഓഗസ്റ്റ് 29 മുതൽ സെപ്റ്റംബർ 8 വരെയുള്ള തിരുനാൾ ആഘോഷങ്ങളിൽ ഏകദേശം 3 ദശലക്ഷം ആളുകൾ ദേവാലയത്തിൽ സന്ദർശിക്കുന്നു. സെപ്റ്റംബർ 8 മേരിയുടെ ജന്മ തിരുനാൾ ആഘോഷിക്കുന്നതോടെ 11 ദിവസത്തെ വാർഷിക ഉത്സവം അവസാനിക്കുന്നു. 16-ാം നൂറ്റാണ്ടിൻ്റെ മധ്യം മുതൽ മാതാവിൻ്റെ ഈ ഭക്തി നിലനിൽക്കുന്നു. ഈ സ്ഥലത്ത് നടന്ന 3 വ്യത്യസ്ത അത്ഭുത സംഭവങ്ങളുമായി ഇത് ബന്ധപ്പെട്ടിരിക്കുന്നു. ഉറങ്ങിക്കിടക്കുന്ന ഒരു ഇടയ ബാലന് മഡോണയും കുട്ടിയും, അതായത് കന്യാമാതാവും ഉണ്ണിയേശുവും പ്രത്യക്ഷപ്പെട്ടത് വികലാംഗനായ ഒരു മോര് വിൽപ്പനക്കാരൻ്റെ അത്ഭുതകരമായ രോഗശാന്തി, മാരകമായ കടൽ കൊടുങ്കാറ്റിൽ നിന്ന് പോർച്ചുഗീസ് നാവികരെ രക്ഷിച്ചത് എന്നിവയാണ് ആ സംഭവങ്ങൾ. ഇതിനെ മരിയൻ ദർശനം എന്നാണ് അറിയപ്പെടുന്നത്. ആയിരത്തി 1570 മെയ് മാസത്തിലാണ് ആദ്യത്തെ മരിയൻ ദർശനം. ഒരു ഇടയ ബാലൻ അടുത്തുള്ള ഒരു വീട്ടിലേക്ക് പാൽ എത്തിച്ചു കൊടുക്കുമ്പോഴാണ് ഈ മരിയൻ ദർശനം നടന്നതെന്ന് പറയപ്പെടുന്നു. വഴിയിൽ വെച്ച് കുട്ടിയെയും എടുത്തുകൊണ്ട് നിൽക്കുന്ന ഒരു സുന്ദരിയായ സ്ത്രീയെ ബാലൻ കണ്ടുമുട്ടി. അവൾ കുട്ടിക്ക് കൊടുക്കാൻ പാൽ ചോദിച്ചു. കുറച്ച് പാൽ അവൾക്ക് കൊടുത്തതിന് ശേഷം ചൂടുള്ള ആ ഉഷ്ണമേഖലാ സൂര്യന് കീഴിൽ കൊടും ചൂടിൽ ആ ബാലൻ യാത്ര തുടർന്നു. പാൽ വിതരണം പൂർത്തിയാക്കി തിരിഞ്ഞു നോക്കുമ്പോൾ കുടത്തിൽ അപ്പോഴും ശുദ്ധവും തണുത്തതുമായ പാൽ നിറഞ്ഞിരിക്കുന്നതായി അവൻ കണ്ടെത്തി. ആ കുട്ടി ആ സ്ത്രീയെ കണ്ടുമുട്ടിയ സ്ഥലത്തിന് സമീപം ഒരു ചെറിയ ആരാധനാ ആലയം നിർമ്മിച്ചു. തമിഴ് ഭാഷയിൽ അമ്മയുടെ കിണർ എന്നറിയപ്പെടുന്ന ഈ സ്ഥലത്തെ മാതാക്കുളം എന്ന് ഈ സ്ഥലം അറിയപ്പെടുന്നു. രണ്ടാമത്തെ മരിയൻ ദർശനം 1597 മാതക്കുളത്തിന് സമീപമാണ് നടന്നത്. മോര് വിൽക്കുന്ന ഒരു വികലാംഗ ആൺകുട്ടിക്ക് കൈകളിൽ ഒരു കുട്ടിയുമായി സുന്ദരിയായ ഒരു സ്ത്രീ പ്രത്യക്ഷപ്പെട്ടു. കുട്ടിയോട് കുറച്ച് മോര് കുടിക്കാൻ ആ സ്ത്രീ ആവശ്യപ്പെട്ടു. കുട്ടി അത് കുടിച്ചതിന് ശേഷം ആ സ്ത്രീ
കുട്ടിയോട് അടുത്ത പട്ടണത്തിലെ ഒരു മാന്യനെ സന്ദർശിച്ച് ആ സ്ഥലത്ത് അവളുടെ ബഹുമാനാർത്ഥം ഒരു ചാപ്പൽ പണിയാൻ ആവശ്യപ്പെടാൻ പറഞ്ഞു. ആ കുട്ടി ഒന്നും ആലോചിക്കാതെ യാത്ര പുറപ്പെട്ടു. അപ്പോഴാണ് ആ ബാലൻ അറിയുന്നത് താൻ സുഖം പ്രാപിച്ചതായും ഇനി മുതൽ താൻ മുടന്തനല്ലെന്നും ആ കുട്ടി മനസ്സിലാക്കി. താമസിയാതെ തന്നെ അവർ ലേഡി ഓഫ് ഗുഡ് ഹെൽത്ത്, അല്ലെങ്കിൽ തമിഴിൽ ആരോഗ്യമാതാ എന്നിവിടെ എന്ന മാതാവിൻ്റെ ബഹുമാനാർത്ഥം ഒരു ചെറിയ ഓലമേഞ്ഞ ചാപ്പൽ അവിടെ നിർമ്മിക്കപ്പെട്ടു. മൂന്നാമത്തെ ശ്രദ്ധേയമായ സംഭവം ഇങ്ങനെയാണ്. മക്കാവോയിൽ നിന്ന് സിലോണിലേക്ക്, അതായത് ശ്രീലങ്കയിലേക്ക് പോയ ഒരു പോർച്ചുഗീസ് കപ്പൽ ബംഗാൾ ഉൾക്കടലിൽ കൊടും കാലാവസ്ഥയിൽ കുടുങ്ങിപ്പോയതായിരുന്നു. പരിഭ്രാന്തരായ നാവികർ അവർ ലേഡി സ്റ്റാർ ഓഫ് ദി സീ എന്ന് വിളിച്ച് കന്യാമറിയത്തിൻ്റെ സഹായം തേടി. കൊടുങ്കാറ്റ് പെട്ടെന്ന് ശമിച്ചു. കപ്പലിലുണ്ടായിരുന്ന 150 പേർ അടങ്ങുന്ന മുഴുവൻ ജീവനക്കാരും മുങ്ങിത്താഴുന്നതിൽ നിന്ന് രക്ഷപ്പെട്ടു. അങ്ങകലെ ആ സമയത്ത് കടൽക്കരയിൽ ഒരു ദിവ്യ വെളിച്ചം അവർ കണ്ടു. ആരോഗ്യമാതാ ദേവാലയത്തിൻ്റെ ആയിരുന്നു അത്. മേരിയുടെ ജനന തിരുനാൾ ദിനമായ സെപ്റ്റംബർ 8-നാണ് ഇത് സംഭവിച്ചത്. നന്ദി സൂചകമായി നാവികർ നിലവിലുണ്ടായിരുന്ന ദേവാലയം പുനർനിർമ്മിച്ചു. അവരുടെ യാത്രകളിൽ അവർ ആ പ്രദേശത്ത് വന്നപ്പോഴെല്ലാം ദേവാലയം സന്ദർശിക്കുകയും സംഭാവന നൽകുകയും ചെയ്തുകൊണ്ടിരുന്നു. ഈ പരിശുദ്ധമായ ബസലിക്കയിൽ സംഭവിച്ചൊരു ദാരുണമായ ദുരന്തമായിരുന്നു 2004 സംഭവിച്ച സുനാമി. വളരെ പ്രശസ്തിയിൽ നിന്നിരുന്ന ഈ തീർത്ഥാടന കേന്ദ്രത്തെ 2004 സുനാമി ഭയങ്കരമായി ആക്രമിച്ചു. പക്ഷേ അത്ഭുതം തന്നെയായിരുന്നു അവിടെ സംഭവിച്ചത് എന്ന് പറയുന്നു. ആർത്തലച്ച് വാനോളം ഉയർന്നു വന്ന തിരമാലകൾ പള്ളിയുടെ പടിക്കെട്ടിന് മുന്നിൽ വന്ന് നിശ്ചലം നിന്നു. അവിടെ നിന്ന് പിൻവാങ്ങി എന്നത് ഒരു വലിയൊരു അത്ഭുതം തന്നെയായിരുന്നു. എന്നാൽ അതോടൊപ്പം പള്ളിയുടെ പരിസരങ്ങളിലെ വീടുകൾ ഉൾപ്പെടെയുള്ള കെട്ടിടം എല്ലാം ഈ പിൻവാങ്ങിയ കടൽ പൂർണ്ണമായി നശിപ്പിക്കുകയും ചെയ്തു. എന്നാൽ പള്ളി കോമ്പൗണ്ടിലും പള്ളിയിലും വെള്ളം കയറിയില്ല. യാതൊരു നാശനഷ്ടവും സംഭവിച്ചില്ല. 2004 ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ഭൂകമ്പത്തെ തുടർന്ന് ഡിസംബർ 24-നുണ്ടായ വലിയ സുനാമിയിൽ ഏറ്റവും കൂടുതൽ നാശനഷ്ടമുണ്ടായ നഗരങ്ങളിലെ ഒന്നാണ് വേളാങ്കണ്ണി. ആ ഞായറാഴ്ച രാവിലെ 9:30ഓടെയാണ് സുനാമി ഉണ്ടായത്. കേരളത്തിൽ നിന്നുള്ള തീർത്ഥാടകർ മലയാളം കുർബാനയിൽ പങ്കെടുക്കാൻ പള്ളിക്കുള്ളിലുണ്ടായിരുന്നു. ജലനിരപ്പ് ഉയർന്നു വന്നത് ദേവാലയത്തിലേക്ക് പ്രവേശിച്ചില്ല എന്നതിനാൽ ഈ സംഭവം മാതാവിൻ്റെ മഹാ അത്ഭുതമായി വിലയിരുത്തപ്പെടുന്നു. പക്ഷേ താഴ്ന്നു വന്ന വെള്ളം കടൽ തീരത്തുണ്ടായ 100 കണക്കിന് തീർത്ഥാടകരെ ഒഴുകിക്കൊണ്ടുപോയി. ദേവാലയത്തിൻ്റെ കോമ്പൗണ്ട്, സമീപ ഗ്രാമങ്ങൾ, 100 കണക്കിന് കടകൾ, വീടുകൾ, തീർത്ഥാടകർ എന്നിങ്ങനെ അതോടൊപ്പം കടലിൽ ഒലിച്ചുപോയി. ഏകദേശം 600 തീർത്ഥാടകർ ഈ സുനാമിയിൽ മരിച്ചു. രക്ഷാ പ്രവർത്തകർ സമീപത്തുള്ള മണലിൽ നിന്നും പാറകളിൽ നിന്നും 400-ലധികം മൃതദേഹങ്ങൾ പുറത്തെടുത്തു. തിരിച്ചറിയാൻ കഴിയാത്ത നിരവധി മൃതദേഹങ്ങൾ കൂട്ട കുഴിമാടങ്ങളിൽ അടക്കം ചെയ്ത് ഒരു മറക്കാനാവാത്ത നോവായി അവശേഷിക്കുന്നു. ഇതിൻ്റെ ഓർമ്മയ്ക്കായി വേളാങ്കണ്ണി നാഗപട്ടണം ഹൈവേയിൽ ഒരു സുനാമി ടവർ പണി കഴിപ്പിച്ചിട്ടുണ്ട്. 2004 ഡിസംബർ 26-ന് പൊലിഞ്ഞുപോയ അനേകം ആത്മാക്കൾ അപ്രതീക്ഷിതമായി വേർപെട്ട അവരുടെ പ്രിയപ്പെട്ടവരുടെ ഓർമ്മകൾ അയവിറക്കി ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്നു. ഇതോടെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. ഇത് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ താല്പര്യപ്പെടുന്നു. അതോടൊപ്പം തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്.